വലുതേരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒറ്റപ്പെട്ട ജീവിതം. ചിലപ്പോൾ പലരും ഒഴിവാക്കിയെന്ന് വരും, ചിലപ്പോൾ ഒറ്റപ്പെട്ടും അങ്ങനെ ഏകാന്തതയിലൂടെയെല്ലാം അനേകർ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയെല്ലാം ഇന്ന് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നീ ഒറ്റപ്പെട്ടവനാണോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന് വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുലിഖിതം നമുക്ക് വചനം വായിച്ചുകൊണ്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14:18 യോഹന്നാൻ്റെ സുവിശേഷം 14:18 വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. 18-ാമത്തെ മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഈശോ പറയുകയാണ്, ഇന്ന് നീ ഒറ്റപ്പെട്ടവനാണെങ്കിൽ, ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുന്നവനാണെങ്കിൽ, ഇന്ന് ഈശോ നമ്മോട് പറയുക, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല, ഞാൻ നിൻ്റെ കൂടെ വരും, ഞാൻ നിൻ്റെ സഹായിക്കും, ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഈശോ പറയുകയാണ്. നമുക്ക് ഈ വചനം ഒന്ന് പറയാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഈ 14-18 വചനം പറയാം. വലതുകൈ ഉയർത്തി പറയാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അനാഥമായ സാഹചര്യങ്ങളിലൂടെ ഒരുപക്ഷെ ആരെങ്കിലും നമ്മളെ ഒഴിവാക്കി കാണും, തിരസ്കരിച്ച് കാണും, നമുക്ക് വില തന്നു കാണിയലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുകളിലൂടെ എല്ലാം നമ്മെ മാറ്റി നിർത്തി നമ്മൾ ഇന്ന് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈശോ പറയുക. അപ്പോൾ ഈശോ പറയുന്ന ഈ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ കോവിഡ് കാലഘട്ടം എല്ലാം കഴിഞ്ഞ് വണ്ടിയെല്ലാം ഓടുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ഇവിടെ ഒരു ഫാമിലി വന്നു. ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, ആദ്യ ചേട്ടനാണ് വന്നത്, കുടുംബനാഥൻ, ചെറുപ്പക്കാരൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹം ഹൈദരാബാദ് എന്ന സ്ഥലത്ത് ഒരു സ്കൂളിലെ പ്രിൻസിപ്പാലായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫും അവിടെ വേറൊരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. രണ്ടുപേരും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കോവിഡ് വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി നല്ല സാലറി ഉള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും പ്രിൻസിപ്പാളാണ്. അപ്പം രണ്ടുപേർക്കും നല്ല സാലറി ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ തരാൻ പറ്റില്ല. കാരണം വീടുകളിൽ പിള്ളേരിരിക്കുക, ക്ലാസ് നടക്കുന്നില്ല, ഓൺലൈൻ ക്ലാസ്സേ ഉള്ളൂ, ഫീസ് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ തൽക്കാലം ടെർമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ ഇനി വരണ്ട, ജോലിക്ക് വരണമെന്ന് പറഞ്ഞു. ജോലിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വില കൂടിയ 2 വണ്ടികളെല്ലാം മേടിച്ച് അവർ അങ്ങനെ അതെല്ലാം ലോണൊക്കെ അടച്ച് അങ്ങനെ പോകുന്ന സമയമാണ്. വില കൂടിയ വണ്ടി. അവർ 2 വണ്ടിയുടെയും കൂടി ഏതാണ്ട് 22 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തിട്ട് മേടിച്ച വണ്ടിയാണ്, 2 പേർക്കും ഓടിക്കാൻ വേണ്ടി. ജോലി നഷ്ടപ്പെട്ടു, അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ അവർ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞ് 2-3 പറഞ്ഞ് അങ്ങനെ ഭാര്യയായിട്ട് വിശകി ഭാര്യ വീട്ടിൽ പോയി, തിരിച്ചു വരില്ല. അങ്ങനെ ഒരു കുടുംബ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആ കയ്യിലുണ്ടായിരുന്ന 3-4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ, 4 ലക്ഷം ഉണ്ട്, അതെല്ലാം തീർന്നു. അങ്ങനെ ഇനി ജീവിക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ അവരുടെ 2 വണ്ടി വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പത്രത്തിൽ നെറ്റിലൂടെ പരസ്യമൊക്കെ കൊടുത്തു. അങ്ങനെ ആരോ മേടിക്കാൻ വേണ്ടി വന്ന് അവർക്ക് ചെറിയൊരു അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നാളത്തെ കഴിഞ്ഞ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ തരാം എന്ന് പറഞ്ഞ് ചെക്ക് കൊടുത്തിട്ട് പോയി. ഇവർ ഈ ചെക്ക് മേടിച്ചു വെച്ചു. നാളത്തെ കഴിഞ്ഞ് എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇവർ അത് ബാങ്കിലൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പൈസ കയറിയില്ല. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്, കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന് അവസാനം വലിയ പ്രതിസന്ധിയായി. പിന്നീട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഇത് ഒരു ചീറ്റിംഗ് ആയിരുന്നെന്ന്. വണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഇവരെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു
നിലപാടില്ല. ഇവരങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടും ഒരനക്കവും ഇല്ല, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു പ്രതിസന്ധി. പൈസ നഷ്ടപ്പെട്ടു, വാഹനങ്ങൾ പോയി, ദാരിദ്ര്യം, വൈഫ് പിണങ്ങി വീട്ടിൽ പോയിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി. ഇവൻ്റെ ചെറിയൊരു കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നത്. എറണാകുളം ഭാഗത്തുള്ള ഭാര്യ അവളുടെ വീട്ടിൽ. അങ്ങനെ ഇവിടെ വന്ന് ഇവൻ ഈ പ്രതിസന്ധികളെല്ലാം പറഞ്ഞു. ഇപ്പം ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ്, ആത്മഹത്യ ചെയ്യണം. 4 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു, 4 പ്രാവശ്യം ഫെയിലിയറായി. അപ്പോൾ ഇനി ജീവിക്കാനായിട്ടൊരു വഴിയൊന്നുമില്ല, മരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ടീമിൽപ്പെട്ട ഒരു ചേട്ടൻ ഇവരെ പരിചയമുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു, നീ ഇവിടെ ഒന്ന് പോയി നമ്മുടെ സെൻറ്ററിൽ വന്ന് നെഹിമയായി വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛനെ കാണും, പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു കാര്യം ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു, അവനുമായിട്ട് സംസാരിച്ചു. അവസാനം ഇവൻ പറഞ്ഞു, എന്തായാലും ആത്മഹത്യ ചെയ്യുന്നില്ല, ഇനി ഇരുന്ന് പ്രാർത്ഥിക്കാം, ഈശോ ഇടപെടാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ ഇവിടുന്ന് പോയി. ഇടയ്ക്ക് പിന്നെയും വരാൻ തുടങ്ങി. അതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവന് തോന്നി, അങ്ങനെയാണെങ്കിൽ പണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടും ഒരനക്കമില്ല, അതുകൊണ്ട് ഇവൻ പോലീസുകാരുടെ അടുത്ത് ചെന്നിട്ടും വീണ്ടും ഈ പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് പാലക്കാട് SP കൊണ്ടുപോയി കൊടുത്തൊരു പരാതി. ഇങ്ങനെ വാഹനം ചീറ്റ് ചെയ്ത് കൊണ്ടുപോയി, ഫോൺ എടുക്കുന്നില്ല, അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവസാനം ആ ഇടപെടലെല്ലാം ഉണ്ടായി. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും SI വിളിച്ചിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ 4 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞ തെളിവെല്ലാം വെച്ച് അന്വേഷിച്ച് നിലമ്പൂർ ഭാഗത്തായിരുന്നു. നിലമ്പൂർ പോയി അന്വേഷിച്ചിട്ട് കണ്ടില്ല. അങ്ങനെ അവിടുന്ന് എന്തോ ഒരു ക്ലൂ കിട്ടി, വയനാട്ടിലാന്ന് പറഞ്ഞു. അങ്ങനെ വയനാട് പോയി ഉൾപ്രദേശത്തിലുള്ള ഒരു വലിയ കൊട്ടാരം പോലുള്ളൊരു വീടുള്ള ഒരാളുടെ വീട്ടിൽ ഇവർ പുലർച്ചെ അന്ന് പോയി. അതിന് പിറ്റേ ദിവസം പുലർച്ചെ അവിടെ എത്തി. അങ്ങനെ ചെല്ലുമ്പോൾ ഈ വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് വണ്ടികൾ എല്ലാം മേടിച്ച് പോലീസ് ഇതിൻ്റെ അകത്ത് ഇടപെട്ടു. അങ്ങനെ ഇവരത് കിട്ടി, വാഹനങ്ങൾ തിരിച്ചു കിട്ടി. പിന്നീട് ഇവൻ്റെ വൈഫായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു 3:30 സമയത്ത് ഞാൻ പള്ളിയിൽ വന്ന് നിത്യാരാധനയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ പുറത്ത് വലിയൊരു വണ്ടി കിടക്കുന്നുണ്ട്, നല്ല ഒരു പുതിയ വണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആരോ വന്നു, ആരാന്നറിയത്തില്ല. എന്തായാലും നിത്യാരാധന ചെല്ലുമ്പോൾ ഇവനും ഇവൻ്റെ ഭാര്യയും കൊച്ചും നിത്യാരാധന ചാപ്പലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു, ഇങ്ങനെ കൊണ്ടുവന്നു എന്ന്. അപ്പം സ്നേഹമുള്ളവരെ, ഒറ്റപ്പെട്ടവനായ ഒരു വ്യക്തി, അവൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി, അതുപോലെ വാഹനം നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ പോകുന്ന ഈ അവസ്ഥയിൽ ഈശോയിൽ വിശ്വസിക്കാൻ തയ്യാറായി. ഈശോ ആ കുടുംബത്തെ വീണ്ടും കൈപിടിച്ചുയർത്തി. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 13:5-6 തിരുലിഖിതങ്ങൾ, ഹെബ്രായ ലേഖനം 13:5-6 തിരുലിഖിതങ്ങൾ നമുക്കൊരുമിച്ച് വായിക്കാം. അതിൻ്റെ 2-ാം ഭാഗം, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഒരുമിച്ച് വായിക്കാം ഈ വചനം, വലതുകരം ഉയർത്തി ഒരുമിച്ച് വായിക്കാം. എബ്രായർ 13:5-6. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇന്ന് നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവനായി മാറിയിട്ടുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കില്ല, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയില്ല.
ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്ന കാര്യം ഇതാ, ആത്മധൈര്യത്തോടെ പറയണം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. പ്രതിസന്ധികൾ എന്തുമായിക്കൊള്ളട്ടെ, ഞെരുക്കങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് നമ്മൾ തറപറ്റിയ അവസ്ഥയിലൂടെ പരാജയത്തിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ദൈവത്തിന് വചനം പറയുകയാണ്, കർത്താവാണ് സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നമ്മൾ പറയണം. നമ്മളത് വിശ്വസിക്കണം. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെടലിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ്, ഉപേക്ഷിക്കാത്തവൻ ഈശോയുണ്ട്, നിന്റെ കൂടെയുണ്ട്. നിന്നെ തള്ളിക്കളയാത്തവൻ ഈശോയാണ്. ആ ഈശോ നിന്റെ കൂടെയുണ്ട് എന്ന് നീ വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഈശോ ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടും ഒറ്റപ്പെട്ടവനായി മാറിയവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് അവരെ ഉയർത്തി. അങ്ങനെയുള്ള 2-3 വ്യക്തികളെ നമ്മൾ ബൈബിൾ കണ്ടുമുട്ടുകയാണ്. ഒറ്റപ്പെട്ടവനായി തള്ളിക്കളഞ്ഞു, എല്ലാവരും തള്ളിക്കളഞ്ഞു, ബന്ധുക്കൾ തള്ളിക്കളഞ്ഞു, മാതാപിതാക്കന്മാർ സകലരും തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച അവസ്ഥകളിൽ നിന്നും കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 39, 40, 41 അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൂർവ്വപിതാവായ ജോസഫിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ജോസഫിൻ്റെ ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി. ഒത്തിരി തിക്താനുഭവങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി. അപ്പം ഈ തിക്താനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 17 വയസ്സുള്ള ജോസഫ് ആട് മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ന്റെ 2-ാമത്തെ വായനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ ആട് മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആട് മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫിൻ്റെ മറ്റ് സഹോദരങ്ങൾക്ക് ജോസഫിനോട് വെറുപ്പുണ്ടാകാൻ ചില കാരണങ്ങളുണ്ടായി, തള്ളിക്കളയാൻ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അപ്പന് എല്ലാ മക്കളെക്കാളും കൂടുതൽ ഇഷ്ടം ജോസഫിനോടായിരുന്നു. അപ്പം അത് മറ്റ് സഹോദരങ്ങൾക്ക് പിടിച്ചില്ല. മറ്റ് സഹോദരങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നുണ്ട്, 3-ാമത്തെ വചനം, ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാളും അധികം സ്നേഹിച്ചു, കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അതുകൊണ്ട് വചനം പറയുക, അവനോട് സൗമ്യമായിട്ട് പെരുമാറാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗമ്യമായിട്ട് പെരുമാറാൻ പോലും പറ്റാത്ത വിധത്തിൽ വെറുപ്പുള്ളി കയറി. സഹോദരങ്ങൾക്ക് വെറുപ്പുള്ളി കയറി. കാരണം അപ്പന് അവനോട് സ്നേഹം, അവന് നല്ല വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു, അവന് പ്രത്യേക പരിഗണന കൊടുക്കുന്നു, ലാളന കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കൊടുത്തപ്പോൾ ജോസഫിനോട് സഹോദരങ്ങൾക്ക് വെറുപ്പുണ്ടായി. ജോസഫിനോട് സഹോദരങ്ങൾക്ക് വെറുപ്പുണ്ടായി. അതൊരു കാര്യം, അതായത് അപ്പൻ്റെ സ്നേഹം കൂടുതൽ. 2-ാമത്തെ കാര്യം 5-ാമത്തെ വായനത്തിൽ പറയുന്നുണ്ട്, ജോസഫിനൊരു സ്വപ്നം ഉണ്ടായി. ജോസഫിനൊരു സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം ഉണ്ടായത് എന്താ സ്വപ്നം എന്നറിയാവോ? ആ സ്വപ്നം ഉണ്ടായപ്പോൾ തന്നെ അതവൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു സ്വപ്നം ഉണ്ടായി, ആ സ്വപ്നം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 5-ാമത്തെ വചനം നോക്കിയേ. ഒരിക്കൽ ജോസഫിന് സ്വപ്നമുണ്ടായി, അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അപ്പം 2-ാമത്തെ വിഷയം, സ്വപ്നം കിട്ടി, അവന് കിട്ടിയ അനുഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സഹോദരനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ വെറുക്കുക മാത്രമല്ല, ഇനി അസൂയ കൂടി കയറുമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. അപ്പോൾ കൂടുതൽ സ്നേഹിച്ചപ്പോൾ വെറുപ്പ് കയറി, കൂടുതൽ വെറുപ്പ് കയറി എന്ന് പറയാം. സ്വപ്നം കിട്ടിയപ്പോൾ അവൻ പറയുകയാണ്, 7-ാമത്തെ വചനം പറയാം, നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. സഹിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ സ്വപ്നം ശരിക്കും ചിന്തിച്ചു നോക്കിയേ. നമുക്കൊരു ഉയർച്ച കിട്ടി, നമ്മുടെ മകള് MBBS പഠിക്കാൻ പോയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ താഴെ അടുത്തുള്ളവർക്ക് ഇഷ്ടമാവുമോ?
അല്ലെങ്കിൽ സിവിൽ സർവീസ് കിട്ടി, IAS കിട്ടി, ചേച്ചിയുടെ മകന് IAS കിട്ടി എന്ന് പറഞ്ഞോടുകൂടി ആങ്ങളയ്ക്ക് പിടിക്കുമോ? അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ടു മറ്റുള്ളവർ പിടിക്കുമോ? സഹോദരനെന്ന് പറഞ്ഞാലും പിടിക്കുമോ? പിടിക്കില്ല. ഇവിടെ ഇതാ സംഭവിച്ചത്. അപ്പോൾ ഈ കറ്റ കണ്ടു, എല്ലാവരും വന്ന് എൻ്റെ കറ്റയെ താണു പണിയെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ദേഷ്യം കയറി. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, 8-ാമത്തെ വചനം വായിച്ച്. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളെ ഭരിക്കാൻ വരുമോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദേഷിച്ചു. ആദ്യം വെറുത്തു, പിന്നെ കൂടുതൽ വെറുത്തു, ഇപ്പം അത്യധികം ദേഷിക്കാൻ തുടങ്ങി. അവൻ വേറൊരു സ്വപ്നം കൂടി കണ്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവന് വേറൊരു സ്വപ്നം കൂടി ഉണ്ട്. ജോസഫിന് വേറൊരു സ്വപ്നം കൂടി. ആ സ്വപ്നം എന്താണെന്നറിയാവോ? അടുത്ത വചനത്തിൽ പറയുകയാണ്, അവന് വീണ്ടും ഒരു സ്വപ്നം ഉണ്ടായി. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. എന്നാൽ ഇവൻ മിണ്ടാതെ ഇരിക്കണ്ടേ? ഹല്ലേലൂയ. ഇവൻ മിണ്ടാതെ ഇരിക്കണ്ടേ? നമ്മൾ ഇതെന്തെങ്കിലും കിട്ടുന്നതിന് മുമ്പ് ഇത് 10 പേര് പറഞ്ഞു കഴിയുമ്പോൾ അത് തന്നെ ഒരു ദേഷ്യത്തിന് കാരണമാവുന്നുള്ളതാണ്. എന്നിട്ട് എന്തായി? അവൻ്റെ ഞാൻ വേറൊരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങുന്നു. ഹല്ലേലൂയ. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ വന്ന് അടുത്തത് 11-ാമത്തെ വചനം നോക്കിയേ. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പം ഇവന് കിട്ടുന്ന നന്മകളും അതുപോലെ തന്നെ അപ്പൻ്റെ സ്നേഹം, അതുപോലെ ഇവൻ്റെ കിട്ടിയ ദർശനങ്ങൾ, ഇവനെ ഉയർത്തുന്നു എന്നുള്ള ദർശനം അവന് 2 പ്രാവശ്യം കിട്ടി. അത് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അത്യധികം ദേഷ്യം കയറി, അവർക്ക് അസൂയെ കയറി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ പിന്നീട് ചെയ്യുന്ന കാര്യം എന്നാണെന്നറിയാവോ? വധിക്കാൻ ഗൂഢാലോചന നടത്തുകയാണ്. ജോസഫിനെ വധിച്ചു കളയാൻ ഗൂഢാലോചന നടത്തി. 18-ാമത്തെ വചനം നോക്കിയേ. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്ത് എത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ അവർ ഗൂഢാലോചന വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. 20 വചനം നോക്കിയേ. വരുവിൻ, നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം വന്ന് അവനെ പിടിച്ചു നിന്നു എന്ന് പറയാം. റൂബൻ ഇത് കേട്ടു. വേറൊരു സഹോദരൻ അത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, അത് ചെയ്യരുത്, അവനെ രക്ഷിക്കണം എന്നൊക്കെ അവൻ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. നമുക്കവനെ കൊല്ലണ്ട, രക്തം ചിന്തരുത്, നിങ്ങൾ അവനെ മരുഭൂമിയിലെ ഒരു കുഴിയിൽ തള്ളിയിടുക. 24-ാമത്തെ വചനം. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പൊട്ടക്കിണറ്റിൽ പിടിച്ചിട്ടു. കൊല്ലാൻ തീരുമാനിച്ചു. പിന്നെ അവസാനം വേണ്ടെന്ന് വെച്ചു. ഇവനെ പൊട്ടക്കിണറ്റിൽ പിടിച്ചിടാം, ചത്തു എന്ന് പറയാം എന്ന് വിചാരിച്ചു. 26-ാമത്തെ വചനം. അപ്പോൾ യൂദാ ഇടപെട്ടു. റൂബൻ ഇടപെട്ട് ഇവനെ വധിക്കാൻ ആയിട്ട് നോക്കിയിരുന്നപ്പം വധിക്കേണ്ടെന്ന് തീരുമാനിച്ചു. റൂബൻ ഇടപെട്ടപ്പോൾ കൊല്ലണ്ട, പൊട്ടക്കിണറ്റി ഇടാൻ അവർ തീരുമാനിച്ചു. അവസാനം യൂദാ ഇടപെട്ടു. എന്നിട്ട് 27-ാമത്തെ വചനം. നമുക്കവനെ ഇസ്മായേല്യർക്ക് വിൽക്കാം, നമ്മളവനെ ഉപദ്രവിക്കേണ്ട, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറേ മിതിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായേല്യർക്ക് വിറ്റു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ സഹോദരങ്ങളിൽ നിന്ന് ഒരു സ്നേഹം കിട്ടുന്നില്ല. ഒറ്റപ്പെട്ടവനാണ്. അവനെ പൊട്ടക്കിണറ്റിയിടുന്നു, കൊല്ലാൻ ആലോചിക്കുന്നു, ദേഷ്യം കയറി, അസൂയ മൂത്തു, ദേഷ്യം കയറി, അവസാനം പൊട്ടക്കിണറ്റിട്ടു. ഇനി കൊല്ലണ്ടാന്ന് തീരുമാനിച്ച് അവനെ വിറ്റു. പിന്നീട് സംഭവിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഈ 36-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, മിതിയാൻകാർ ജോസഫിന് ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു. ഇപ്പം 2 പ്രാവശ്യം വിൽക്കപ്പെടുകയാണ്. പൊട്ടക്കിണറ്റിൽ കയറി മിതിയാൻകാർക്ക് വിറ്റു, അവർ പൊത്തിഫറിന് വിറ്റുകയാണ്. അങ്ങനെ പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും വീണ്ടും ഒറ്റപ്പെടുന്ന സാഹചര്യം, അവഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. 39-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അങ്ങനെ ഫറവോയുടെ കാവൽപട നേതാവായ പൊത്തിഫറിൻ്റെ വീട്ടിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് അങ്ങനെ കഴിയുന്ന സമയത്ത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. വിജാതീയനായ പൊത്തിഫറിൻ്റെ കുടുംബത്തെ ജോസഫിനെ ഓർത്ത് അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്.
ജോസഫിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനുഗ്രഹിച്ചു. 2-ാമത്തെ വചനം, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈജിപ്തുകാരനായി യജമാൻ്റെ വീട്ടിലായിരുന്നു അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതല അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതല ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് ആരുടെ വീടിനെ? പൊത്തിഫറിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. ഏതോ ഒരു ദൈവകൃപയുള്ള ഒരുത്തൻ ഒരു വീട്ടിൽ കയറി വന്നാൽ വിജാതീയൻ്റെ വീട് വരെ അനുഗ്രഹിക്കപ്പെടുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു പണിക്ക് വിളിക്കുന്ന ഒരു പണിക്കാരത്തിയാണെങ്കിൽ ശരി, ഒരു പണിക്കാരനായാലും ശരി, ഒരു ഡ്രൈവറായാലും ശരി, അല്ലെങ്കിൽ ഒരു റബ്ബർ വെട്ടുകാരനായാലും ശരി, ഒരു കൃപയുള്ളവനെ വിളിച്ച് കയറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ കൃപയിലൂടെ കർത്താവ് അനുഗ്രഹിക്കും, അവർ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. കണ്ട ആൾക്കാരെ എല്ലാം വലിച്ചു കയറ്റി ഒരു പണിക്ക് കയറ്റി വെക്കരുതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം കടയിൽ ഒരു പണിക്ക് വെക്കുമ്പോൾ അവന് കൃപയുണ്ടോയെന്ന് നോക്ക്, അവൻ്റെ കൂടെ ദൈവം ഉണ്ടോയെന്ന് നോക്ക്. ദൈവം കൂടെയുള്ളവനെ കൂട്ടി ഒരു പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കുറവാണെങ്കിൽ ശരി, ഉള്ളവൻ്റെ കൃപ അതിലൂടെ കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് ജോസഫിനെ ഓർത്ത് കർത്താവ് വിജാതീയനായ പൊത്തിഫറിൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ഒറ്റപ്പെടൽ വരുന്നുണ്ട്. നോക്കിയേ 7-ാമത്തെ വചനം. ജോസഫ് ഒരുമിച്ച് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എൻ്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു, പക്ഷേ അവൻ വഴങ്ങിയില്ല. അടുത്തത് 9-ാമത്തെ വചനത്തിൽ അവൻ പറയുന്നുണ്ടല്ലോ, എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരായി പാപം ചെയ്യുക? അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോടുകൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു, നമുക്ക് അപമാനം വരുത്താൻ അവനിതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു. ഇതിപ്പോൾ സ്ത്രീ പീഡനം അങ്ങോട്ടായി, അല്ലെങ്കിൽ പുരുഷ പീഡനമായി. അപ്പോൾ നമ്മൾ സ്ത്രീ പീഡനമല്ലേ കേട്ടുള്ളൂ, പുരുഷ പീഡനം നേരത്തെ ബൈബിളിൽ പറഞ്ഞു പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് വായിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറങ്കുപ്പായം എൻ്റെ അരികിലിട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അവൻ്റെ യജമാനൻ തിരിച്ചു വരുവോണം അവൾ ആ കുപ്പായം സൂക്ഷിച്ചു. അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് കൊണ്ടുവന്ന ഹെബ്രായ വേലക്കാരൻ അവമാനിക്കാൻ എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറങ്കുപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടി പുറത്തു കടന്നു. ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത്. അതിൻ്റെ പരിണിത ഫലം എന്തായി? തൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ യജമാനൻ രോഷാകുലനായി. അവൻ ജോസഫിനെ രാജാവിൻ്റെ വീട്ട് തടവുകാരിൽ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂടി. അപ്പോൾ എന്തായി സംഭവിച്ചത്? ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ട്. ജോസഫ് ആ വീട്ടിൽ നിന്നതുകൊണ്ട് തന്നെ വീട് അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ ജോസഫിൻ്റെ ജീവിതം എവിടെ പോയി? കാരാഗ്രഹത്തിലെ. വീണ്ടും ഒറ്റപ്പെട്ടോ? പൊട്ടക്കണ്ടി കിടന്നപ്പോൾ ഒറ്റപ്പെട്ടു. സ്വന്തം വീട്ടിലായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു. പൊട്ടക്കണ്ടി ഇട്ടു, വിറ്റപ്പളും വന്നു. വേറൊരു വീട്ടിൽ കയറി, അവിടെ ഇരുന്നു. സമാധാനത്തിരിക്കാൻ പറ്റിയോ? നേരെ പോയി കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു, ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒറ്റപ്പെടുന്ന അനുഭവം അനേകം വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകും. ദൈവം പക്ഷേ കൂടെ ഉണ്ടെങ്കിലും ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ ചില മേഖലകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ദൈവം ഇല്ലാത്തതിൻ്റെ കുഴപ്പമൊന്നുമല്ല.
അപ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയും പ്രതിസന്ധിയിലാവുകയും പ്രതിക്കൂട്ടിലായി കഴിയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലും ദൈവം കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം. യോസഫിന് തിരിച്ചറിവുണ്ടായിരുന്നു. അവൻ ഒറ്റപ്പെട്ടവനല്ല. ജയിലിൽ കിടന്നപ്പോഴും ജോസഫ് ഒറ്റപ്പെട്ടവനല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ 40-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജോസഫ് 39:21 പറയുകയാണ്, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. ഈ ജയിലിൽ കിടക്കുമ്പോഴും കർത്താവ് കാരുണ്യം കാണിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. 40-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പാനപാത്രവാഹനും പാചക പ്രമാണിയും രണ്ടുപേരും ജയിലിൽ കിടക്കുകയാണ് രാജാവിൻ്റെ. അങ്ങനെയുള്ള സമയത്ത് അവർ സ്വപ്നം കാണുന്നു. ആ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിലൂടെ ദൈവം വീണ്ടും ജോസഫിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. പാനപാത്രവാഹകൻ ഒരു മുന്തിരിവള്ളി സ്വപ്നം കണ്ടു, 3 ശാഖകൾ കണ്ടു. അതുപോലെ തന്നെ പാനപാത്രവാഹകൻ അങ്ങനെ കണ്ടു. അതുപോലെ പാചക പ്രമാണിയും ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അവൻ കണ്ട സ്വപ്നം ഇതാ, തലയിൽ 3 കൊട്ട നിറയെ അപ്പം. പക്ഷികൾ വന്ന് അവൻ്റെ തലയിൽ നിന്നും അത് അപ്പം എടുത്ത് കൊത്തി വലിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഈ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റിയില്ല. ജയിലിൽ പലരെയും നോക്കി, ഈ തടവുപുള്ളികളുടെ ഇടയിലുള്ള പലരെയും നോക്കി, പക്ഷേ ഇതിനൊരു ഉത്തരം കണ്ടുപിട്ടാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ അവസാനം ജോസഫിൻ്റെ അടുക്കൽ ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇവന്മാർ ചെല്ലുമ്പോൾ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ കണ്ട സ്വപ്നങ്ങളെല്ലാം 3 ദിവസം 3 മുന്തിരിവള്ളി ഇതെല്ലാം സത്യമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. പാനപാത്രവാഹിനോട് പറഞ്ഞു, 3 മുന്തിരിവള്ളി 3 ശാഖകളെല്ലാം നീ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവിത, 3 ദിവസം കഴിയുമ്പോൾ നിന്നെ രാജാവ് വീണ്ടും നിൻ്റെ ഉദ്യോഗത്തിലേക്ക് തിരികെ കൊണ്ടുവരും. പാചക പ്രമാണിയോട് പറഞ്ഞു, നിൻ്റെ തലയിൽ അപ്പക്കൊട്ടയും അതിൻ്റെ അകത്തുനിന്ന് കാക്കകൾ അപ്പം കൊത്തി വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 3 ദിവസം കഴിയുമ്പോൾ നിന്നെ കെട്ടിത്തൂക്കും, നിൻ്റെ ശരീരം കാക്കകൾ കൊത്തിപ്പറിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഇത് സംഭവിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, വീണ്ടും ജോസഫിൻ്റെ ജീവിതത്തിൽ ഈ ജയിലിൽ കിടക്കുകയാണെങ്കിലും ദൈവം ഇടപെടുന്നുണ്ട്. ദൈവം സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള വരമെല്ലാം നൽകി ദൈവം അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫറവോ രാജാവിന് ഒരു സ്വപ്നം ഉണ്ടാകുന്നത്. ഫറവോ രാജാവിന് സ്വപ്നം ഉണ്ടായി. ഫറവോ രാജാവ് കാണുകയാണ്, നൈൽ നദീ തീരത്ത് കൊഴുത്ത അഴകുള്ള 7 പശുക്കളിനെ കാണുന്നു. പിന്നീട് മെലിഞ്ഞ പശുക്കളെ കാണുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികളെയും ഗൂഢോത്രക്കാരെയും എല്ലാവരും വിളിച്ചു നോക്കിയിട്ടും ആർക്കും ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ ഒരാൾ രാജാവിനോട് പറഞ്ഞു. ആരായിരിക്കും രാജാവിനോട് പറഞ്ഞത്? ഇങ്ങനെ ജയിലിൽ ഒരാൾ കിടപ്പുണ്ടെന്ന് പാചക പ്രമാണി പറയുകയാണ്. അവൻ രക്ഷപ്പെട്ടു വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാചക പ്രമാണി രക്ഷപ്പെട്ടു പോകുമ്പോൾ പുള്ളിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ രക്ഷപ്പെട്ട് നല്ല നിലയിൽ എത്തുമ്പോൾ നീ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. തിരികെ നിന്നെ രാജാവ് നിൻ്റെ പഴയ ജോലിയിലേക്ക് നിയമിക്കും. എന്നാൽ ഇവനെന്ത് ചെയ്തു? മിണ്ടിയില്ല. പാനപാത്രമാകാൻ പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. നല്ല ലെവലിൽ എത്തുമ്പോൾ പണ്ട് സഹായിച്ചവരെ മറക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നോക്കിക്കേ, 40-ാം അധ്യായം എടുത്ത് നോക്കിക്കേ. 40-ാം അധ്യായത്തിൻ്റെ 21, 22, 21 അതിന് നോക്കിക്കേ. 40-ന്റെ 21, 22, 23 പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരികെ നിയമിച്ചു. അവൻ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ പാചക പ്രമാണിയെ അവൻ തൂക്കിക്കൊന്നു. ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നു കളഞ്ഞു. ഇത് നമ്മുടെയൊക്കെ സ്വഭാവം തന്നെയാണ്. പാലം കിടക്കുവോളം നാരായണ ഇത് തന്നെ. പാലം കടന്നു കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കൂരായണ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ രക്ഷപ്പെട്ട ഈ തടവ് പുള്ളിയും പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ പിന്നീട് ഒരിക്കൽ ഓർത്തു. കാരണം രാജാവിന് ഒരു സ്വപ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാനായിട്ട് വഴിയില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കണ്ട കൊഴുത്ത 7 പശുക്കൾ എന്താണ്, കൊഴുക്കാത്ത മെലിഞ്ഞ പശുക്കൾ ഏതാണ് എന്നെല്ലാം ചോദിച്ച് അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കുമ്പോൾ
മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും മുഴുവൻ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയെന്ന് പറയുന്നുണ്ട്. 41:8 പറയുകയാണ്, ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിച്ച് തൻ്റെ സ്വപ്നം അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പം അത് കഴിയാതെ വരുന്ന സമയത്ത് രാജാവിൻ്റെ അടുക്കൽ പറയുന്നുണ്ട്, ഈ ആരാണ് പറയുന്നത്, പാനപാത്രവാഹകൻ അന്ന് ഓർത്തില്ലെങ്കിലും ഇപ്പോൾ ഓർത്തു. ഇങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരുത്തൻ ഇവിടെ രാജാവിൻ്റെ തന്നെ കസ്റ്റഡി കിടപ്പുണ്ട്. അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ വിളിച്ചു, അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. ശരിക്കും കൊച്ചുനിക്കറൊക്കെ ഇട്ട ചെല്ലുകയാണ്. ജയിലിൽ കിടക്കുന്ന കൊച്ചുനിക്കറൊക്കെ ഇട്ട് അങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ സ്വപ്നം വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 41:26 7 നല്ല പശുക്കൾ 7 വർഷമാണ്, 7 നല്ല കുതിരകൾ 7 വർഷം തന്നെ. സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. അവയ്ക്ക് പുറമെ വന്ന മെലിഞ്ഞതും വിരൂപമായ 7 പശുക്കളും 7 വർഷമാണ്. കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരേണ്ട പതിര് നിറഞ്ഞ 7 കതിരുകൾ ക്ഷാമത്തിൻ്റെ 7 വർഷമാണ്. എന്നിട്ട് 29 പറയാം, ഈജിപ്ത് മുഴുവൻ സുഭിക്ഷതയുടെ 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതേ തുടർന്ന് ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങളും. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തതിൻ്റെ അകത്ത് പറഞ്ഞു 31 പറയാം, ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമാകും എന്ന് പറയാണ്. എന്നിട്ട് 33 പറയാണ്, അതുകൊണ്ട് ഈ ദർശനം വ്യാഖ്യാനിച്ചുകൊണ്ട്, സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിൻ്റെ മുഴുവനും അധിപനായി നിയമിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാം. പലതരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഒറ്റപ്പെട്ടവനായ ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് പ്രതിസന്ധികളിൽ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള കഴിവ് അത് ദൈവം നൽകി. അതനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഈ കഴിവും വിവേകവും ജ്ഞാനമുള്ള ഒരുവനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി നിയമിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഫറവോ രാജാവ്, ഇസ്രായേൽ ജനത്തെ കണ്ടമാനം പീഡിപ്പിച്ച നിഷ്ഠൂരനായിട്ടുള്ള ഈ ഫറവോ രാജാവ് അത് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ 38-ാമത്തെ വചനത്തിൽ നിന്ന് വായിച്ചു നോക്കിയേ. ഫറവോ സേവകരോട് പറഞ്ഞ കാര്യം ഒരുമിച്ച് വായിച്ചേ. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എൻ്റെ വീടിൻ്റെ മേലാളായിരിക്കും. എൻ്റെ ജനം മുഴുവൻ നിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിൻ്റെ മുഴുവൻ അധിപനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റപ്പെട്ടവനായി നടന്ന ജോസഫിനെ ഈജിപ്തിൻ്റെ മുഴുവനും ഭരണാധികാരിയായി രാജാവ് ഉയർത്തി. സ്നേഹമുള്ളവരെ, തുടർന്ന് നോക്കിക്കുക. അങ്ങനെ ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് ചെയ്ത കാര്യം എന്താണെന്ന് നോക്കിക്കുക. അടുത്ത വചനം വായിച്ചു നോക്കിയേ. ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണമാല ഇടുകയും ചെയ്തു. അവൻ തൻ്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. വലുതിന് വൃത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം സ്നേഹമുള്ളവരെ, നീ ഒറ്റപ്പെട്ടവനാണ് എങ്കിലും, നീ അപകർഷതാബോധത്തിലൂടെ ഇന്ന് കടന്നു പോകുന്നവനാണ് എങ്കിലും, നിനക്ക് കഴിവില്ല, അല്ലെങ്കിൽ ബുദ്ധിയില്ല, അല്ലെങ്കിൽ നിന്റെ സമ്പത്ത് പോയി, അല്ലെങ്കിൽ നിന്റെ ജോലി നഷ്ടപ്പെട്ടു, ഇന്ന് നീ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവനാണ് എങ്കിലും, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ജോസഫ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നു അണുവിട ദൈവത്തിൽ നിന്ന് അകലാതെ ജീവിച്ചപ്പോൾ പാപത്തിൻ്റെ വഴികളും തിന്മയുടെ വഴികളും ജോസഫിൻ്റെ ജീവിതത്തിൽ വന്നു. പൊത്തിഫറിൻ്റെ ഭാര്യയെല്ലാം പീഡിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പീഡനത്തിലൂടെ എല്ലാം കടന്നു പോകേണ്ട സാഹചര്യം വന്നപ്പോഴും, ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോഴും, തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോഴും, ഈ തിക്താനുഭവങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായതിലൂടെ ഈ ജോസഫിൻ്റെ ജീവിതത്തെ ദൈവം പിന്നീട് പടിപടിയായി ഉയർത്തി ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കി മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഒറ്റപ്പെട്ടവരുടെ ജീവിതത്തെ എടുത്തുയർത്താൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും തയ്യാറാകുന്ന
ഒരു വ്യക്തിയെ ഉയർത്താൻ ദൈവത്തിന് പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഹെബ്രായ ലേഖനം 10:35 ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ, തകർന്ന അവസ്ഥയിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ എന്താണ് നീ ചെയ്യേണ്ടത് എന്ന് ഹെബ്രായ ലേഖനം 10:35 ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഹെബ്രായ ലേഖനം 10:35. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ ഇന്ന് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ആത്മധൈര്യം നഷ്ടപ്പെട്ട് നിരാശപ്പെട്ടു പോകരുത്. ആത്മധൈര്യം നമുക്ക് വീണ്ടെടുക്കണം. ഇന്നാരെങ്കിലും ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയി നമ്മൾ നിരാശയിലൂടെ, തകർച്ചയിലൂടെ, ഇനി രക്ഷപ്പെടില്ല എന്ന വഴികളിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വചനം പറയുകയാണ്, ആത്മധൈര്യം നീ ചോർത്തിപ്പ് കളയരുത്, നഷ്ടപ്പെട്ടവനായി മാറരുത്. ആത്മധൈര്യം നിന്റെ ജീവിതത്തിൽ നീ വീണ്ടെടുക്കണം. ഹെബ്രായ ലേഖനം 10:32 മുതലൊന്ന് വചനം വായിച്ചു നോക്കിയേ. ഹെബ്രായ ലേഖനം 10:32 മുതലുള്ള വചനങ്ങൾ. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുവിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിൻ്റെ അപകരണങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായി ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പൊ ദൈവത്തിന് വചനം പറയാ, നിങ്ങളുടെ ആത്മധൈര്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് വചനം പറയുന്നത് ഇങ്ങനെയാണ്. 10:32 പറയാണ്, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം. എന്താ ഈ പ്രബുദ്ധരാക്കപ്പെട്ടെന്ന് പറഞ്ഞത്? എന്താണ് ഈ പ്രബുദ്ധരാക്കപ്പെട്ടെന്ന് പറഞ്ഞത്? ഹല്ലേലൂയ. അത് നമ്മളറിയണം. എന്താണ് ഈ പ്രബുദ്ധരാക്കപ്പെട്ടത്? നമ്മൾ പ്രബുദ്ധരാക്കപ്പെട്ടവരാണോ? ഹല്ലേലൂയ. എന്താണ് ഈ പ്രബുദ്ധരാക്കപ്പെട്ടത്? പ്രബുദ്ധരാക്കപ്പെട്ടതെന്ന് പറഞ്ഞ് നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ അറിഞ്ഞവനാണോ? നമ്മൾ യേശുവിനെ അറിഞ്ഞവനാ. യേശുവിനെ സ്വീകരിക്കുന്നവരും യേശുവിൻ്റെ ശക്തിയും അതുപോലെ യേശുവിൻ്റെ സ്നേഹവും തിരിച്ചറിഞ്ഞവരാ നമ്മൾ. കഴിഞ്ഞ നാളുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച്, കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ ശക്തി സ്വീകരിച്ച് യേശുവിൽ നിന്നും ധൈര്യം സമ്പാദിച്ച നമ്മൾ അനേകം പ്രതിസന്ധികളെ തരണം ചെയ്തു പോയവരല്ലേ? അനേകം പ്രതിസന്ധികളെ തരണം ചെയ്തവരാ ഇവിടെ ഇരിക്കുന്നവർ. ഇപ്പം ചിലപ്പോൾ ആത്മധൈര്യം പോയി കാണുമായിരിക്കും. നിങ്ങളുടെ ചില കാര്യങ്ങളിൽ ആത്മധൈര്യം പോയി കാണും. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വന്ന ദേശത്ത് കുടിയേറിയവരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി ആ കാലഘട്ടങ്ങളിൽ അത് പച്ച പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടായ കാലഘട്ടത്തിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാൻ വന്നപ്പോൾ അനേകം പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടായി കാണും, ചിലപ്പോൾ മാനഹാനി ഉണ്ടായി കാണും. ഏതെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ ഉണ്ടായപ്പോൾ യേശുവിനോടുള്ള സ്നേഹത്തിൽ, യേശുവുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആ നാളുകളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ആ പ്രശ്നങ്ങൾ അതിജീവിച്ച നാളുകളാണ്. യേശുവിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ യേശുവിലുള്ള വിശ്വാസവും കൂട്ടായ്മയുടെ ജീവിതങ്ങളും പരിശുദ്ധ കുർബാനയുടെ ശക്തിയും വ്യക്തിപരമായ പ്രാർത്ഥനയുള്ള ശക്തിയും വചനത്തിൻ്റെ ശക്തിയും എല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ കഴിഞ്ഞ നാളുകളിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഞെരുക്കങ്ങളെയെല്ലാം ആ പുഷ്പം പോലെ കൈകാര്യം ചെയ്തു പോയവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്കുണ്ടാകുന്ന ഈ കഷ്ടപ്പാടുകൾ, ഈ തകർച്ചകൾ, ഇതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. ആയുസ്സില്ലേ നിങ്ങളുടെ കയ്യിൽ? ദൈവം തന്നിട്ടില്ലേ ആയുസ്? ആരോഗ്യം തന്നിട്ടില്ലേ? ചിലപ്പോൾ കുറച്ച് കാശൊക്കെ പോയി കാണുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ കേട്ടില്ലെന്ന് വരുമായിരിക്കും, അല്ലെങ്കിൽ ജോലി ഇപ്പം പ്രതിസന്ധിയായി കാണുമായിരിക്കും.
അപ്പോൾ ഈ കാലഘട്ടങ്ങളുടെ ഈ പ്രതിസന്ധിയെ ആത്മധൈര്യത്തോടെ നമ്മൾ അതിജീവിച്ച് പോകാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. നമ്മൾ ആത്മധൈര്യം നമുക്ക് ലഭിക്കുന്നത് അത് ഈശോയിൽ നിന്നാണ്. ഈശോയിൽ നിന്നാണ് ഈ ആത്മധൈര്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയാം, അങ്ങനെ ഈശോയിൽ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഹെബ്രായർ ലേഖനം 10:38 നോക്കിയേ, വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമുക്ക് വലതുകരം ഉയർത്തി ഈ വചനം പറയാം. ഈ വലതുകരം എല്ലാവരും ഒന്ന് വലതുകരം നിർത്തിക്കേ. നമ്മൾ പിന്മാറി നശിപ്പിക്കപ്പെടേണ്ടവരല്ല, നമ്മൾ ആത്മധൈര്യം ചോർന്ന് നാശത്തിലേക്ക് പോകേണ്ടവരല്ല. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ജീവിതത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ തകർന്നു പോകരുത്. നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഈശോ തരും. വീണ്ടും അടുത്തൊരു വചനം എടുത്തേ, ഹെബ്രായ ലേഖനത്തിൽ 12:2 മുതലുള്ള വചനങ്ങൾ. ഹെബ്രായ ലേഖനം 12:2 മുതലുള്ള വചനങ്ങളിൽ, നീ ഒറ്റപ്പെട്ടവനാണെങ്കിൽ, ഇന്ന് നിന്റെ മനോധൈര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടത് ആത്മധൈര്യം നഷ്ടപ്പെട്ടെങ്കിൽ, ഇവിടെ വചനം പറയുക, നിന്റെ മനോധൈര്യം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ ഈശോയിലേക്ക് നോക്കാൻ പറയുക, ഈശോയുടെ സഹനത്തിലേക്ക് നോക്കാൻ പറയുക. നിന്നെ ഈശോ ബലപ്പെടുത്തുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. ഹെബ്രായ ലേഖനം 12:2 മുതലുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മനോധൈര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂവിന് പോയി, അനേക ഇൻ്റർവ്യൂ പോയി, എല്ലാത്തിനും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലെ IELTS എഴുതാൻ പോയി, 10 പ്രാവശ്യം IELTS എഴുതി തോറ്റ ഒരാൾ കൂടെ വന്നു. 10 പ്രാവശ്യം എഴുതി. ഇനി എഴുതുന്നില്ലെന്നാണ് പറയുന്നത്. കാശും പോയി, നാണക്കേടുമായി, മാനക്കേടുമായി, ഇനി എഴുതുന്നില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഇത് പറഞ്ഞു വന്ന എന്തായാലും ഇവിടെ വന്നിരുന്ന ഒരു മനോധൈര്യം കിട്ടി. ഈശോ മനോധൈര്യം കൊടുത്തു. 11ാമത് പോയി എഴുതി, ഇന്ന് അമേരിക്കയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഒരു കൊച്ചു നോക്കുന്നുണ്ട്, ഇപ്പം നീറ്റ് 2 പ്രാവശ്യം എഴുതിയോ? ഹല്ലേലൂയ. മനോധൈര്യം പോയെങ്കിൽ ഈശോയിലേക്ക് നോക്കൂ. ഈ 11 ഒന്ന് വായിച്ചു നോക്കിയേ. ഈശോ മനോധൈര്യം തരുമെന്ന് ഇവിടെ പറഞ്ഞു വെച്ചേക്കാണ്. ഈശോ മനോധൈര്യം തരുമെന്ന് പറഞ്ഞേക്കാണ്. 3ാമത്തെ വചനം നോക്കിക്കേ. മനോധൈര്യം അസ്തമിച്ച്, ഒന്നുകൂടെ വായിച്ചേ. മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം സ്നേഹമുള്ളവർ, നമ്മുടെ മനോധൈര്യം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഹെബ്രായ ലേഖനം 10:35 കണ്ടത് എന്താണ്? നിങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെടരുത്. ഈ 12:3 എന്നാ പറയുന്നത്? മനോധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ പോകരുത്. ഈ മനോധൈര്യം ആര് തരുമെന്നാ പറഞ്ഞത്? ഈശോ തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വേറൊരു ശക്തിയും കൂടി തരുന്നതിനെ കുറിച്ച് ഹെബ്രായ ലേഖനം 2:10
15 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 2:15 ഇന്ന് വേറൊരു ശക്തി ദൈവം തരുന്നുണ്ട്. ചിലരുടെ ജീവിതത്തിൽ മരണഭയമായിരിക്കും. ഹല്ലേലൂയ, മരിക്കാൻ പേടിയാ. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അതിനെ അതിജീവിക്കാൻ, മരണഭയം വിട്ടുപോകാൻ ഈശോ സഹായിക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഹെബ്രായ ലേഖനം 2:15 മുതലുള്ള വചനങ്ങൾ വായിക്കാം. അത് മരണത്തിന് മേലുള്ള അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം സ്നേഹമുള്ളവർ, ഇന്ന് മരിക്കാൻ പേടിയുള്ള അനേകം വ്യക്തികളുണ്ട്. മരണഭയത്തിലൂടെ പോകുന്ന അനേകം വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിൽ മരണഭയം വിട്ടുപോകാൻ, പ്രായമായെങ്കിലും അല്ലെങ്കിലും ചെറുപ്പമാണ്, മരിക്കാൻ പേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മരണഭയത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അവനെ ആ ഭയം എടുത്തു മാറ്റി അവൻ്റെ ജീവിതത്തിൽ അവൻ മരണത്തിൻ്റെ ഭയത്തിൻ്റെ അടിമത്തത്തിൽ, പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ യേശു ആ മരണഭയം എടുത്തു മാറ്റി നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം സ്നേഹമുള്ളവരെ, നമ്മൾ ഹെബ്രായ ലേഖനം 10:35 കണ്ടു. ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഈശോയിലൂടെ വീണ്ടെടുക്കാൻ പറ്റും. ആത്മധൈര്യം ഈശോ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തരുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. അതുപോലെ ഹെബ്രായ ലേഖനം 12:3 നമ്മൾ കണ്ടുകൂട്ടി, മനോധൈര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, മനസ്സിൻ്റെ ധൈര്യം കിട്ടും. ഹെബ്രായ ലേഖനം 2:15 പറയുകയാണ്, മരണഭയമുണ്ടായെങ്കിൽ അതിനെ അതിജീവിച്ചു പോകാൻ ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ. നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാണ് എങ്കിൽ, ഇന്ന് മരണഭയം കൊണ്ടോ ആത്മധൈര്യം ചോർന്നു പോയോ മനോധൈര്യം നഷ്ടപ്പെട്ടു പോയോ, ഇന്ന് നീ ഒറ്റപ്പെട്ടവനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ഈശോയ്ക്ക് പറ്റും, നിന്നെ രക്ഷിക്കാൻ ഈശോയ്ക്ക് പറ്റുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 3:14 നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഹെബ്രായ ലേഖനം 3:14 ആ വചനം നമ്മുടെ ജീവിതത്തെ പ്രത്യേകമായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനമാണ്. ഹെബ്രായ ലേഖനം 3:14 എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഇപ്പം നമ്മുടെ ആദ്യ വിശ്വാസം, യേശുവിലുള്ള ആദ്യ വിശ്വാസം, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു. യേശുവിൽ ദൈവിക കാര്യങ്ങൾ വിശ്വാസം ഉണ്ടായിരുന്നു, കൂദാശ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമുണ്ട്, ദൈവവചനത്തിൽ വിശ്വാസമുണ്ട്, ജപമാല ചൊല്ലുന്നതിൽ വിശ്വാസമുണ്ട്, കുടുംബത്തെ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ഒരു വിശ്വാസമുണ്ട്, കുമ്പസാരിച്ചാൽ അതിനൊരു വിശ്വാസമുണ്ട്, അനുദിന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അതൊരു വിശ്വാസമായിരുന്നു, ഒരു ബലമായിരുന്നു. എന്നാൽ ഈ ബലം ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പോൾ ഈ ബലം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വചനം പഠിപ്പിക്കുക, നീ നിന്റെ ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന, കുഞ്ഞു നാളുകളിൽ മുഴുവൻ ഉണ്ടായിരുന്ന ഈ വിശ്വാസത്തെ നീ മുറുകെ പിടിച്ചു പോയാൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ നിന്നെ ഈശോ ശക്തിപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഹെബ്രായ ലേഖനം 4:14 ഹെബ്രായ ലേഖനം 4:14 ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിന് വചനം പറയാം, ശ്രേഷ്ഠ പുരോഹിതനായ ദൈവപുത്രനായ യേശു നമുക്കുണ്ട്. ഈ യേശു ഉള്ളത് കൊണ്ട്, നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന് ദൈവത്തിന് വചനം പറയുക. നമ്മൾ അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. അങ്ങനെ യേശുവിലുള്ള ഈ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ആ ഈശോ ആരായിരുന്നു, എങ്ങനെയുള്ള മേഖലകളിൽ നമ്മുടെ ജീവിതത്തെ സഹായിക്കും, ശക്തിപ്പെടുത്തുമെന്ന് 15-ാമത്തെ വചനം പഠിപ്പിക്കുക. നമ്മുടെ ബലഹീനതകളിൽ, ഒരുമിച്ച് വായിച്ചേ, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദനകളിൽ, നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ തിന്മകളിൽ, നമ്മുടെ ആസക്തികളിൽ
അതിനെ എല്ലാം അതിജീവിച്ച് അതിൽ നിന്നും വിടുതൽ തരാൻ കഴിവില്ലാത്തവനല്ല യേശു എന്ന് ദൈവത്തിന് വചനം പറയാം. നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം നിൽക്കുന്നവൻ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മോടൊപ്പം നിൽക്കുന്നവൻ, നമ്മുടെ കണ്ണുനീരിൽ നമ്മോടൊപ്പം കണ്ണുനീർ ചിന്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്, ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് എന്ന് ദൈവത്തിന് വചനം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ടല്ലേ ലാസറിന്റെ കുഴിമാടത്തിൽ ഈശോ കടന്നു ചെല്ലുമ്പോൾ ഈശോ അവിടെ നിന്ന് കണ്ണുനീർ പൊഴിച്ചു എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പൊ യേശുവിൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടും മനുഷ്യനെ അകറ്റിക്കളയുന്നവനല്ല, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന യേശുവാണ് ഉള്ളത്. അവൻ്റെ വേദനകളിൽ അവനോടൊപ്പം നിൽക്കുന്നവൻ, അവൻ്റെ സങ്കടങ്ങളിൽ അവൻ്റെ കണ്ണുനീർ ഒപ്പുന്നവനാണ് യേശു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം, യേശു നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, യേശു നമ്മുടെ ജീവിതത്തെ തള്ളിക്കളയുന്നവനല്ല, നമ്മെ അന്ധകാരങ്ങളുടെ ആധിപത്യങ്ങളിൽ നിന്നും നമ്മുടെ വേദനകളിലും അതുപോലെ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് എന്ന് ദൈവത്തിന് വചനം പറയാണ്. യോഹന്നാന്റെ സുവിശേഷം 11:35 ഒരുമിച്ച് വായിക്കാം. യേശു കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അപ്പൊ സ്നേഹമുള്ളവരെ, യേശു കണ്ണുനീർ പൊഴിച്ചു എന്ന് ദൈവത്തിന് വചനം പറയാം. ലാസറിന്റെ കുഴിമാടത്തിൽ വെച്ച് ലാസർ മരിച്ചു എന്ന് തിരിച്ചറിയുന്ന യേശു കണ്ണുനീർ പൊഴിച്ച് ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളിൽ, ആ കുടുംബത്തിൻ്റെ വേദനകളിൽ ഇടപെട്ട യേശുവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെട്ടവനായിട്ട് നമ്മൾ മാറിയാൽ, ഒറ്റപ്പെട്ടവരെ കാണുന്നവനും പരിപാലിക്കുന്നവനും അവൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്നവനുമാണ് യേശു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. ഇനി ഹെബ്രായ ലേഖനം 3:15 നമ്മളൊന്ന് വായിച്ചേ. ഹെബ്രായ നേരത്തെ കണ്ട വചനം, ഹെബ്രായ ലേഖനം 3:15 ഒരുമിച്ച് നമുക്ക് വായിക്കാം. ഹെബ്രായ ലേഖനം 3:15 നമ്മുടെ ബലഹീനതകളിൽ, ഒരുമിച്ച് വായിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത്, ഹെബ്രായ ലേഖനം 4:15 മുതൽ വചനങ്ങൾ, 16-ാമത്തെ വചനം, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇപ്പൊ ഒറ്റപ്പെട്ടവനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, സങ്കടങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, നിരാശയിലൂടെ മരണഭയത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ കൈവിടുന്നവനല്ല യേശു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെയെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ ഒറ്റപ്പെടൽ വലിയൊരു വേദനയാണ്. ഒറ്റപ്പെടൽ വലിയൊരു വേദനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മദർ തെരേസ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജീവിതത്തിൽ ഏകാന്തത കടന്നു വരുന്നതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. മദർ തെരേസ സത്യത്തിൽ ഈ ശുശ്രൂഷയിലേക്ക്, ഈ പാവങ്ങളെ പരിചരിക്കുന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സംഭവം ഞാൻ വായിച്ചത് ഓർക്കുന്നത് ഇങ്ങനെയാണ്. മദർ തെരേസ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി ഡൽഹി, ഡാർജിലിംഗിലൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ മദർ തെരേസയുടെ അമ്മ ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്ററിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത ഒരു പേര് പറഞ്ഞു, ഒരു പ്രായമായ ഒരു അമ്മച്ചിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആ അമ്മച്ചി അടുത്ത കാലത്ത് മരിച്ചു. എന്നിട്ട് പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഈ അമ്മച്ചിയുടെ മക്കൾ, പ്രിയപ്പെട്ടവർ നോക്കിയില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞു. അവർ തിരസ്കരിച്ചു, അവരെ നോക്കിയില്ല, അവർക്ക് സ്നേഹം നൽകിയില്ല. ഇതായിരുന്നു ഏറ്റവും വലിയ വേദനയെന്ന് പറഞ്ഞ് മദർ തെരേസയ്ക്ക് അമ്മ എഴുത്തെഴുതി. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതി, ആരോരുമില്ലാത്തവരും അവഗണിക്കപ്പെട്ടവരുമായിട്ടുള്ളവരോട് നീ കരുണ കാണിക്കണം, സ്നേഹം കാണിക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ ലെറ്ററിൽ ഇങ്ങനെ എഴുതി. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് വാർഷികധ്യാനം വരികയാണ് അവരുടെ. വാർഷികധ്യാനത്തിന് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിൻ ചേരിയിലൂടെയാണ് പോകുന്നത്. ആ ചേരിയിലൂടെ ട്രെയിൻ യാത്ര പോകുമ്പോൾ പാവപ്പെട്ടവരെയും അനാഥരായിട്ടുള്ളവരെയും ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ പേറിയവരെയെല്ലാം കണ്ടപ്പോൾ മദർ തെരേസ ആ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയാണ്. ഈ അവഗണിക്കപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായിട്ടുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം, അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തണം. ആരോരുമില്ലാത്ത ഒറ്റപ്പെട്ടവരെ തന്നോട് ചേർത്ത് നിർത്തണം, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യണമെന്ന് മദർ തെരേസായിക്ക് പ്രത്യേകമായിട്ടും ഉള്ളിൽ ആത്മാവ് ഒരു പ്രേരണ നൽകിയപ്പോൾ അതിനുവേണ്ടി ദാഹിച്ച് ആ പ്രേരണയ്ക്ക് ഉത്തരം നൽകിയതാണ് പിന്നീട് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന ആ ശുശ്രൂഷകൾ നമുക്കറിയാം. അവിടുന്ന് തിരിച്ചു വന്നു, അധികാരികളോട് പറഞ്ഞു. അങ്ങനെ അവരുടെ അനുവാദത്തോടു കൂടി അവിടുന്ന് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ ഇടയിലുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി മാറ്റി ഫുൾ ടൈം അതിനു വേണ്ടി മാറ്റിവിടുകയാണ്. അപ്പോൾ ഈ മദർ തെരേസ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നേഹം മരണാസന്നർക്കും അവഗണിക്കപ്പെട്ടവർക്കും നൽകുമ്പോൾ അവർ സനാതനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ജീവിതത്തിലുണ്ടാകും. മദർ തെരേസ പിന്നീട് മദർ തെരേസായുടെ ജീവിതത്തിൽ ഈ പാവപ്പെട്ടവരുടെ ഇടയിലുള്ള ശുശ്രൂഷയെല്ലാം ചെയ്ത് വളരെ മഹോന്നതമായ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ടെല്ലാം പിന്നീട് ഇടയായതിനെക്കുറിച്ചെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ മദർ തെരേസയ്ക്ക് മാത്രമല്ല അനേകം വ്യക്തികൾക്ക് മദറിൻ്റെ ജീവിതത്തിലൂടെ ഉപേക്ഷിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായിട്ടുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അനേകരെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മദർ മാറി എന്നുള്ളതാണ്. താൻ ചെയ്യുന്ന മാത്രമല്ല, അനേകർക്ക് അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഒറ്റപ്പെട്ടവരുടെ ഇടയിൽ അവരെ പരിഗണിക്കാനും അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു വ്യക്തിയായി അനേകരെ ഉയർത്താൻ ദൈവം ഇടയാക്കി. അതുകൊണ്ടാണ് മദർ തെരേസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഗോട്ടിമാല എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്തൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോബ് മെക്കാളെ എന്ന് പറയുന്ന ആൾ കൂടെ ഉണ്ടായിരുന്നു. ബോബ് മെക്കാളെ എന്ന് പറയുന്ന ആ ആള് മദർ തെരേസയുടെ വിവിധ സ്ഥാപനങ്ങളെല്ലാം കണ്ട് ഫ്ലൈറ്റിൽ ഗോട്ടിമാല പ്രദേശത്തൂടെ വരുന്ന സമയത്ത് ഉച്ച സമയത്ത് ഫ്ലൈറ്റിലെ പരിചാരിക ഭക്ഷണം കൊണ്ടുവരികയാണ്. ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നു. അത് ഒരു തട്ടത്തിലാക്കി ഭക്ഷണം മദർ തെരേസയ്ക്ക് കൊടുത്തു. മദർ തെരേസ അത് മേടിച്ച് അടുത്ത് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മദർ തെരേസ ഈ പരിചാരികയോട് ചോദിച്ചു, ഈ ഭക്ഷണത്തിന് എത്ര കാശ് വരുമെന്ന് ചോദിച്ചു. ഇതിന് എത്ര കാശ് വരും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മദർ തെരേസ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തട്ടത്തിൽ വെച്ച് ഈ ഭക്ഷണത്തിന് എത്ര വില വരുമെന്ന് പറയാൻ അറിയത്തില്ല. അതെല്ലാം ഇങ്ങനെ നോക്കി അവസാനം പരിങ്ങി നിന്ന് അവസാനം അവൾ പറഞ്ഞു, $1 ഈ ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞു. $1 ഈ ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞു. ഏകദേശം അത്രയും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മദർ തെരേസ ചോദിച്ചു, അവൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം ചോദിച്ചു, ഈ ഭക്ഷണം ഞാൻ തിരിച്ചു തന്നാൽ ഈ $1 തരുമോ എന്ന് ചോദിച്ചു. ആശയക്കുഴപ്പത്തിലായി. ഇവള് ചെന്ന് പൈലറ്റിനോട് പറഞ്ഞു. അപ്പോൾ പൈലറ്റിനോട് പറയുമ്പോൾ മദർ തെരേസ പറഞ്ഞ കാര്യം പറഞ്ഞു, ഈ $1 തിരിച്ചു തരികയാണെങ്കിൽ, ഭക്ഷണം തരുമ്പോൾ തിരിച്ചു തരികയാണെങ്കിൽ ഇത് പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആ $1 കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റിലെ ക്യാപ്റ്റൻ ഇത് കേട്ട് കഴിഞ്ഞപ്പം മദർ തെരേസയെക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്തായാലും മദർ തെരേസ പറഞ്ഞല്ലേ അത് പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് മദർ തെരേസ യെസ് എന്ന് പറഞ്ഞു, തിരിച്ചു തരാമെന്ന് പറഞ്ഞു. മദർ തെരേസ തിരിച്ചു കൊടുത്തു. $1 കിട്ടി. അപ്പോൾ കൂടെ ഇരുന്ന ഈ ബോബ് മെക്കാളെ എന്ന് പറയുന്ന ആൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മദർ തെരേസയിലൂടെ മറ്റ് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് വരുന്ന കൂടെയുള്ള ആളല്ലേ. അപ്പം അയാൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് വിശപ്പുണ്ട്, ഇനി മദർ ചെയ്തതുകൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റാതെ പുള്ളി പറയുന്ന എൻ്റെ ഭക്ഷണം കൊണ്ട് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കൊടുത്തു. രണ്ടാമത്തെ $1. അപ്പോൾ അടുത്തിരുന്നൊരു ഫാമിലി ഇത് കണ്ടു. അവരും അവരുടെ ഭക്ഷണം
വേണ്ടാന്ന് വെച്ചു. ഫ്ലൈറ്റിൽ ക്യാപ്റ്റനെ അറിയിക്കാൻ പറഞ്ഞു. അപ്പുറത്തേക്കും അവരിങ്ങനെ ഒരു ക്യാപ്റ്റനെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു, അങ്ങനെയെങ്കിൽ പൊതുവായിട്ട് അറിയിക്കാം ആർക്കൊക്കെ ഭക്ഷണം ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ഒഴിവാക്കുന്ന ഭക്ഷണം മദർ തെരേസയ്ക്ക് അതിൻ്റെ കാശ് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവസാനം എല്ലാവരും കൂടെ തീരുമാനിച്ച് അങ്ങനെ നമ്പർ എടുക്കുമ്പോൾ വിമാനയാത്രക്കാരും വിമാനത്തെ ക്യാപ്റ്റനും അതിലെ ജോലിക്കാരും ഉൾപ്പെടെ 129 പേര് ഉണ്ടായിരുന്നു. അവരെല്ലാവരും തയ്യാറായി. അങ്ങനെ എല്ലാവരും കൊടുത്തു. അങ്ങനെ $129 മദറിന് കിട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഈ ഫ്ലൈറ്റ് ഗോട്ടിബാലയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മദർ ഈ ബോബ് മക്കാളയോട് ചോദിച്ചു, അവരോട് പോയി ചോദിക്കാൻ പറഞ്ഞു, ഈ ഭക്ഷണം നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇത് കളയുമല്ലേ ഉള്ളൂ, അതിങ്ങനെ തരാമോന്ന് ചോദിച്ചു. തരുവാണെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബോബിന് അത് പോയി ചോദിക്കാനൊരു മടിയുണ്ട്. എന്നാലും മദർ പറഞ്ഞതല്ലേന്ന് വെച്ചിട്ട് ചോദിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് അവിടെ ഗ്രൗണ്ടിലെത്തി. അപ്പോഴത്തേക്ക് മദറിനെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലെയും ഫ്ലൈറ്റിൻ്റെ കമ്പനിക്കാരും അങ്ങനെ വലിയ വലിയ ഉദ്യോഗസ്ഥരെല്ലാം വന്ന് അവരാണെന്നിരുന്നു. അപ്പോൾ ഈ ബോബ് മദർ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം അവർ പറഞ്ഞു, എന്നാൽ ഈ ഭക്ഷണം തന്നേക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം തന്നേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മദർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ട്രക്കും കൂടി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. ഇതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഈ എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള ഗോട്ടിമാലയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഇതുകൊണ്ടുപോയി വിതരണം ചെയ്യാൻ വേണ്ടി ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു മദർ. അപ്പോൾ അവസാനം അവർ ഒരു ട്രക്കും കൂടി കൊടുത്തു. അപ്പം പണവും കിട്ടി, ഫുഡും കിട്ടി, ട്രക്കും കിട്ടി. അങ്ങനെ മദർ ഇതെല്ലാം കയറ്റി വണ്ടി ഓടിച്ച് ആ പരിസരത്തുള്ള ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഇരുന്ന പട്ടിണി പാവങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി ഇത് വിതരണം ചെയ്തു എന്ന് വായിച്ചു തുറക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതിലൂടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോബ് മക്കാളെ എന്ന് പറയുന്ന ഈ വ്യക്തി പിന്നീട് അദ്ദേഹം ഈ മദറിൽ നിന്നും പ്രത്യേകമായിട്ടും മദർ ചെയ്ത ഈ പ്രവർത്തനം കണ്ട് അതിൽ നിന്നും ശക്തി സ്വീകരിച്ച് അദ്ദേഹം ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണ്. ഒരു ചാരിറ്റി സംഘടന തുടങ്ങി അദ്ദേഹം ആ സംഘടനയിലൂടെ അമേരിക്കയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന തുടങ്ങി. $500 കോടി അദ്ദേഹം പിന്നീട് ചാരിറ്റി എല്ലാം ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് അദ്ദേഹത്തിൻ്റെ സംഘടന മാറി എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒറ്റപ്പെട്ടവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന മദറിൻ്റെ ഈ ജീവിതം അനേകർക്ക് പ്രേരണയായി മാറി എന്ന് പിന്നീട് നമ്മൾ കണ്ടുമുട്ടുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഈ മദർ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം അവിടെ ഉണ്ടായി വിചാരിച്ചവരാണോ? ഭക്ഷണമില്ലാതെ പട്ടിണി പാവങ്ങളായിട്ട് നടന്നിരുന്ന ഇവരൊരിക്കലും ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടുമെന്ന് അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ളവരെയും ദൈവം കരുതുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥയിലൂടെയെല്ലാം കടന്നു പോയെങ്കിലും ദൈവം അവരെയും മദറിൻ്റെ ആ പ്രേരണ വഴി വിമാന കമ്പനിയിൽ നിന്നുള്ളവരും യാത്രക്കാരും ഇതെല്ലാം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ മദറിൻ്റെ ഈ നല്ലൊരു മാതൃക കണ്ടപ്പോൾ 187 രാജ്യങ്ങളിൽ $500 കോടി സഹായം ചെയ്യാനായിട്ട് ബോബ് മെക്കാളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുകയാണ്. അമേരിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയെല്ലാം ഉണ്ടാക്കി അദ്ദേഹം അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാ, ദൈവം ഒറ്റപ്പെട്ടവരുടെ ജീവിതത്തിലും അവഗണിക്കപ്പെട്ടവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തെ ഉപേക്ഷിക്കുന്നവനല്ല. അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ കരുതലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹവും ഈ കാലഘട്ടങ്ങളിൽ ശക്തമായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ കൈവിടാതെ അവരുടെ ജീവിതങ്ങളെ ദൈവം സംരക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ മറ്റൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ജെഫ്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ജെഫ്ത ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ഗിലെയാദ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു വേശ്യാ സ്ത്രീയിലുണ്ടായ ഒരു പുത്രനാണ് ജെഫ്ത. ഗിലെയാദ് എന്ന് പറയുന്ന ആൾക്ക് ഭാര്യയുണ്ട്, മക്കളുമുണ്ട്, നിയമാനുസരണമുണ്ട്. അതുകൂടാതെ വേശ്യാ സ്ത്രീയിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് ജെഫ്ത. അപ്പോൾ ജെഫ്തയും ഇതെല്ലാം ഒരുമിച്ച് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗിലെയാദ് സ്വന്തം ഭാര്യയിൽ ഉണ്ടായിരുന്ന മറ്റു മക്കൾ വളർന്നു വലുതായപ്പോൾ, ജെഫ്ത വളർന്നു വലുതായപ്പോൾ പിതാവിൻ്റെ സ്വത്ത്
അവന് നൽകാതിരിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തിൽ നിന്നും പുറത്താക്കി. സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കി അവൻ അങ്ങനെ തോബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ജീവിക്കുകയാണ്. അപ്പോൾ തോബ് എന്ന സ്ഥലത്ത് പോയി ജീവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെഫ്ത എന്ന് പറയുന്ന വ്യക്തിക്ക് അപകർഷതാബോധം. കാരണം ഒരു വേശ്യയുടെ മകൻ, അതുപോലെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ, ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെയെല്ലാം കടന്നു പോകുന്ന സമയത്താണ് ദൈവം തൻ്റെ ആത്മാവിനെ ഇവരിലേക്ക് അയക്കിയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഗിലെയാദും അന്ന് ഇസ്രായേൽ ജനം മുഴുവനും അമരോക്കർ വന്ന് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ആണത്തമുള്ളവർ അവിടെ ഇല്ലായിരുന്നു, കരുത്തുള്ളവർ അവിടെ ഇല്ലായിരുന്നു. ആരും അങ്ങനെ ശക്തിയുള്ളവരില്ല. അങ്ങനെ ഇല്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ ജെഫ്തയെ പോയി വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ ജെഫ്ത, വേശ്യ സ്ത്രീയിലുണ്ടായ ജെഫ്ത കരുത്തും ശക്തിയുമുള്ള ഇവനെ വിളിച്ചുകൊണ്ട് വന്നു. അമലേക്കിനുള്ള യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി, ആ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്താൻ, നേരിടാൻ വേണ്ടി വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ വന്ന് ഇങ്ങനെ യുദ്ധം പരാജയപ്പെടുത്തി നിങ്ങളെ രക്ഷിച്ചു കഴിയുമ്പോൾ എന്നെ നിങ്ങൾ നേതാവാക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് നേതാവാക്കാന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ എല്ലാം അരിഞ്ഞു വീഴ്ത്തപ്പെടും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കരുത്തിനും ശക്തനുമായ ഈ ജെഫ്തയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അമലേക്കിനെ കീഴടക്കി, അവഗണിക്കപ്പെട്ടവൻ, ഒറ്റപ്പെട്ടവൻ, തള്ളിക്കളഞ്ഞവൻ, തിരസ്കരിച്ചവൻ, ഇവരുടെ ആര് തിരസ്കരിച്ചോ അവരുടെ നേതാവായി മാറിയെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 11-12 അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദൈവം നമ്മുടെ ജീവിതത്തെ ഒറ്റപ്പെടുത്തി വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ജീവിതങ്ങളെ പ്രത്യേകമായിട്ട് കൈപിടിച്ചുയർത്തും എന്ന് നമ്മൾ കണ്ടുമുട്ടണം, തിരിച്ചറിയണം. ഐസക് ന്യൂട്ടൻ, നമുക്കറിയാം, ലോകം കണ്ട നല്ല വലിയ ഈ നൂറ്റാണ്ട് കണ്ട ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ. ഈ ശാസ്ത്രജ്ഞൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം, ബാല്യത്തിൽ വേദനാജനകമായ അനേകം അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കാരണം ചെറുപ്പത്തിൽ അപ്പം മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വേറെ റീമാരേജ് നടത്തി, വേറെ കല്യാണം നടത്തി. അവസാനം അമ്മ ഇട്ടിട്ട് പോയി, വേറെ കല്യാണം കഴിച്ചു പോയി. അവസാനം വല്യമ്മയാണ് വളർത്തുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് ഈ ചെറുപ്പത്തിൽ വിങ്ങിപ്പൊട്ടി കരയുമായിരുന്നെന്നാണ് പറയുന്നത്. കാരണം ഭയങ്കര സങ്കടവും വിങ്ങിപ്പൊട്ടി ഇവൻ കരയുന്നത് ഇവൻ്റെ അപ്പനെ ഓർത്തും അപ്പം മരിച്ചുപോയ ആ ഒരു സങ്കടം. രണ്ടാമത്തെ കാര്യം, അമ്മ റീമാരേജ് ചെയ്ത് അമ്മ വേറെ വഴിക്ക് പോയി. അപ്പോൾ വല്യമ്മയാണ് വളർത്തുന്നത്. അപ്പോൾ ഏകാന്തത, ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ മനോനൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വല്യമ്മ പറയുമായിരുന്നു, മോനെ ദൈവമാ നിൻ്റെ പിതാവ്, അതുകൊണ്ട് നീ കരയരുതെന്ന് പറഞ്ഞു. ദൈവമാണ് നിൻ്റെ പിതാവ്, അതുകൊണ്ട് നീ മോനെ കരയരുത്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ നിൻ്റെ പിതാവായ ദൈവത്തിന് സാധിക്കുമെന്ന് അവനോട് പറയും. ഇടയ്ക്കിടയ്ക്ക് വല്യമ്മ പറയും, ഇവൻ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി മാറി ഏതേലും മരത്തിൻ ചോട്ടിൽ പോയിരുന്നും അടുക്കള കയറിയിരുന്നും അതുപോലെ സങ്കടപ്പെട്ടും വലിയ വിഷമത്തിലൂടെ കടന്നു പോകുന്ന കാണുമ്പോൾ ഈ വല്യമ്മ പറഞ്ഞു കൊടുക്കും, ദൈവമാണ് നിൻ്റെ പിതാവ്, നിൻ്റെ അപ്പൻ മരിച്ചുപോയി, പക്ഷേ നിനക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. ഈ പിതാവ് നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. നിൻ്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് ദൈവം തരും മോനെ എന്ന് പറഞ്ഞ് കരയരുത് എന്ന് പറയുമ്പോൾ ഈ ഐസക് ന്യൂട്ടന് വലിയ ഒരു ആശ്വാസം അതിലൂടെ കിട്ടി. ദൈവത്തിൻ്റെ പിതാവായി ദൈവത്തിൻ്റെ സ്നേഹമെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ഈ നൂറ്റാണ്ടിലെ വലിയ ഒരു ശാസ്ത്രജ്ഞനായി ഈ അവഗണിക്കപ്പെട്ടവൻ ഉയർത്തപ്പെട്ടു. അമ്മയുടെയോ അപ്പൻ്റെയോ താങ്ങോ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും ദൈവം അവനെ ഉയർത്തി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 68:5-6 വചനങ്ങൾ. സങ്കീർത്തനം 68:5-6 വചനങ്ങൾ. കിട്ടിക്ക് വായിക്കാം. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം ദൈവം തൻ്റെ സ്വർഗത്തിൽ നിന്നും അനാഥർക്ക് പിതാവായി മാറും,
വിധവകൾക്ക് സംരക്ഷകനായി മാറും. ദൈവത്തിന് വചനം പറയുകയാണ്, തടവുകാരെ മോചിപ്പിക്കും. അങ്ങനെ സകലരെയും, അവഗണിക്കപ്പെട്ട സകലരെയും, ഉപേക്ഷിക്കപ്പെട്ടവരെയും ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നുവെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. ഐശ്വര്യത്തിലേക്ക് ദൈവം നയിക്കും. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ, തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിലൂടെ എല്ലാം ഇന്ന് കടന്നു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ നിരാശപ്പെടരുത് എന്ന് ദൈവവചനം പഠിപ്പിക്കുക. സങ്കീർത്തനം 27:1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. സങ്കീർത്തനം 27:1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ കർത്താവിൽ ആശ്രയിക്കാൻ പറയുക. കർത്താവിൽ നീ ആശ്രയിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഏകാന്തതകളും ഒറ്റപ്പെടലുകളും എല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം നിന്നെ സഹായിക്കും. നമുക്ക് ഈ വചനം വായിക്കാം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായി ദുർവൃത്തർ ദുരാരോപങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരായി പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. 10-ാമത്തെ വചനം 68:10. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ക്ലേശങ്ങളിലൂടെയും ഒറ്റപ്പെടലിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിന് വചനം സങ്കീർത്തനം 27:5 നമ്മൾ വായിച്ചു കേട്ടു. ക്ലേശകാലത്ത് കർത്താവ് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. ക്ലേശകാലങ്ങളിൽ കർത്താവ് തൻ്റെ ആലയത്തിൽ നമുക്ക് സംരക്ഷണം നൽകും, തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും, ഉയർന്ന പാറമേൽ നമ്മെ നിർത്തും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവം നമ്മെ ഉയർത്തി ഒറ്റപ്പെടലുകളിലൂടെ, ഏകാന്തിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം തന്ന് നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തും. അതുകൊണ്ടാണ് യേശു എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രത്യേകമായിട്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പേജ് 196 പറഞ്ഞ കാര്യം ഇതാണ്. യേശു എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ 2009 ഫെബ്രുവരി 1 നൽകിയ ഒരു സന്ദേശമാണ്. ഈശോ നൽകിയ സന്ദേശമാണ്. ഞാൻ ഇവിടെയുണ്ട്, സത്യമായും സന്നിഹിതനാണ്, രാവും പകലും ഞാൻ നിനക്ക് സംരംഭകനാണ്. ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. നീ വലിയ ഭാരമായി കൊണ്ടു നടക്കുന്ന ആകുലതകളെക്കുറിച്ചും കൃത്യാന്തര ബാഹുല്യത്തെക്കുറിച്ചും കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവയെല്ലാം എനിക്ക് തരിക. സങ്കീർത്തനം 27:5 പറയുന്നുണ്ടല്ലോ, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നമുക്ക് അഭയം നൽകും. ഈ അഭയം നൽകുന്ന ദൈവം വിശുദ്ധ കുർബാനയിൽ സത്യമായിട്ടുമുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സത്യമായും ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്, ഞാൻ ഇവിടെയുണ്ട്, രാവും പകലും ഞാൻ നിനക്ക് സംരംഭ്യനാണ്, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. നീ വലിയ ഭാരമായി കൊണ്ടു നടക്കുന്ന ആകുലതകളെ കുറിച്ചും കൃത്യാന്തര ബാഹുല്യത്തെക്കുറിച്ചും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവയെല്ലാം നീ എനിക്ക് തരിക. ഇപ്പം ഈശോ പറയുന്ന കാര്യം ഇതാ, നിന്റെ ആകുലതകൾ, അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ നിലവിളികൾ, രോദനങ്ങൾ, ഇത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അത് കേൾക്കാൻ കർത്താവുണ്ട്. എന്നിട്ട് പറയുക, അന്ന് നീ എനിക്ക് തരണം എന്ന് പറയുകയാണ്. എന്നിൽ ശരണപ്പെടുക, ഞാൻ പ്രവർത്തിക്കും. ഒന്നും എനിക്ക് അപ്രധാനമല്ല. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ വിശദാംശവും എനിക്ക് നിസ്സാരമല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരങ്ങളിൽ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവ തിരുമുമ്പിൽ നിസ്സാരമല്ല. നമ്മുടെ ഓരോ പ്രതിസന്ധികൾ, നമ്മൾ നൽകുന്ന നമ്മുടെ തകർച്ചകളുടെ രൂക്ഷത ദൈവസന്നിധി നിസ്സാരമല്ല. എന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, അതുപോലെ നിൻ്റെ ഒരു പാപവും എൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും
എൻ്റെ പാദാന്തികത്തിൽ ഉപേക്ഷിക്കാനും വയ്യാത്ത വിധം ലജ്ജാകരമല്ല. അതെ, വിശുദ്ധർ ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്. എൻ്റെ ഹൃദയത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഏത് ബുദ്ധിമുട്ടിനും ഏറ്റവും മികച്ച പരിഹാരം അവിടെ കണ്ടെത്തുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. നിന്നെ ഭാരപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് എൻ്റെ കരുണാർദ്ര സ്നേഹത്തിൽ നീ ശരണപ്പെടുന്നു എന്ന് പറയുക. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിൻ്റെയും കർത്താവാണ് ഞാൻ, ഒന്നും എനിക്ക് അസാധ്യമല്ല. ഈശോ പറയുക, ഒന്നും എനിക്ക് അസാധ്യമല്ല. അതുകൊണ്ട് നീ എൻ്റെ അടുക്കൽ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയെല്ലാം നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഈശോ പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്. അടുത്ത സന്ദേശത്തിൽ ഫെബ്രുവരി 3 നൽകിയ 2009 3 2 പേരുടെ പേര് പറയുകയാണ്. 2 പേരുടെ പേര് പറഞ്ഞിട്ട് പറയുക, അവർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തതും ദൈവം കണ്ടതും ഈശോ കണ്ടതും. ഇതിനെക്കുറിച്ച് പറയാം. ഒന്നൊരു സിസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മദർ ഇവോൺ എയ്മി എന്ന് പറയുന്ന ഒരു സിസ്റ്ററിനെ കുറിച്ച് പറയുകയാണ്. എൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ അവൾക്കുണ്ടായിരുന്ന ശിശു സഹജമായ വിശ്വാസം മൂലം അവൾക്ക് വേണ്ടിയും അവരിലൂടെയും വലിയ കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കായി. അപ്പോൾ ഈശോ പറയാ, അവൾക്കുണ്ടായിരുന്ന ശിശു സഹജമായ വിശ്വാസം. അപ്പോൾ ശിശു സഹജമായ ഒരു വിശ്വാസം ഈ മദർ ഇവോൺ എയ്മി എന്ന് പറയുന്ന സിസ്റ്ററിന് ഉണ്ടായിരുന്നത് കൊണ്ട് അവളിലൂടെ വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ഈശോ ചെയ്തു. എന്നിട്ട് പറയുകയാണ്, എല്ലാറ്റിനും കാരണം എൻ്റെ കരുണാർദ്ര സ്നേഹത്തിൽ അവൾക്കുണ്ടായിരുന്ന സീമാതീതവും അചഞ്ചലവുമായ ശരണമാണ്. അപ്പോൾ യേശുവിൻ്റെ കരുണയിൽ, യേശുവിൽ ശരണം വയ്ക്കാൻ ഒരു വ്യക്തി 100% വിശ്വസിക്കുമ്പോൾ, ശിശു സഹജമായ ബോധ്യത്തോടെ വിശ്വസിക്കുമ്പോൾ ഈശോ അത് ചെയ്തു കൊടുക്കുമെന്ന് പറയാം. ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ആ സിസ്റ്ററിലൂടെ അനേകം അത്ഭുതങ്ങൾ ഈശോ ചെയ്തു എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും വേറൊരാളെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു വൈദികൻ്റെ കാര്യം പറയുകയാണ്. ഡോൺ ഡൊളീൻഡോ എന്ന് പറയുന്ന വൈദികൻ ജ്ഞാനം ഉള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. അവൻ എന്നോട് പറഞ്ഞിരുന്നു, ഈശോയെ അവിടുന്ന് ഇക്കാര്യം നോക്കണമേ എന്ന് പറയുമായിരുന്നു. പറഞ്ഞ് ഈശോയെ ഇക്കാര്യം നീ നോക്കണമേ എന്ന് പറയുമായിരുന്നു. തുടർന്ന് അവൻ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന ആത്മവിശ്വാസത്തോടെ തരളഹൃദയനായി അവൻ അവൻ്റെ പാട്ടിന് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഈശോ നീ എല്ലാം നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങിയെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ്റെ പാട്ടിന് എന്ന് പറഞ്ഞാൽ എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ പാട്ടിന് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പോയി. കർത്താവ് ഉന്നത വിജയം നൽകി. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പറയാം, ഇങ്ങനെ പറയുകയാണ്, ഒരാൾ അത്രയും ഉറച്ച പ്രത്യാശയിലെത്തുന്നത് എങ്ങനെയാണ്? ഓരോ ചെറിയ കാര്യവും ഓരോ ദിവസവും അതുണ്ടാകുമ്പോൾ തന്നെ എന്നെ പരമേൽപ്പിക്കുകയും എൻ്റെ പക്കൽ വയ്ക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെയാണ്. ഡോൺ ഡൊളീൻഡോ എന്ന വൈദികൻ്റെ ജ്ഞാനവും ഇതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞിരുന്നു, ഈശോയെ അവിടുന്ന് ഇക്കാര്യം നോക്കണമേ. തുടർന്ന് അവൻ എന്നിൽ അർപ്പിച്ച ഈ വിശ്വാസത്തെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന ആത്മവിശ്വാസത്തോടെ തരളഹൃദയനായി അവൻ്റെ പാട്ടിന് പോയി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇത് വളരെ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ സിമ്പിളായ കാര്യം. എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു, നീ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് പാട്ടിന് പോയെന്ന് പറഞ്ഞാൽ തോന്നിവാസം പോയെന്നല്ല. ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി പ്രതിബന്ധങ്ങളെ കർത്താവ് മാറ്റി, പ്രതിസന്ധികളെ കർത്താവ് എടുത്തു മാറ്റി എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ അവഗണിക്കപ്പെട്ട അവസ്ഥയിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പറ്റും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് സങ്കീർത്തനം 27:5 പറയുന്നത് പോലെ ക്ലേശകാലത്ത് കർത്താവ് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഉയർന്ന പാറമേൽ നിർത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമുക്ക് 2 കരങ്ങളും ഉയർത്തി ഈ ദിവസം പ്രത്യേകമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും പ്രത്യേക പ്രതിസന്ധിയിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിലൂടെ ഇന്ന് മോശക്കാരനായിട്ടോ മോശക്കാരിയായിട്ടോ നമ്മൾ മാറി എന്ന് അനേകർ നമ്മെ
കളിയാക്കുന്നുണ്ടെങ്കിൽ, അപഹസിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാം മധ്യത്തിലും കർത്താവിൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ, തരള ഹൃദയത്തോടെ, നമ്മൾ ശിശുസഹജമായ വിശ്വാസത്തോടെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തെ വീണ്ടും ഉയർന്ന പാറമേൽ നിർത്തി കർത്താവിൻ്റെ ആലയത്തിൽ സംരക്ഷണം തന്നുകൊണ്ട് ജീവിതങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്താം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ മഹത്വം, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.